എന്നിരിക്കെ ഞാൻ ഇത്രയും കാര്യം പബ്ലിക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കെതിരെ എനിക്ക് നല്ല ഭയമുണ്ട്. എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കാനുള്ള സാധ്യത 100% ഉണ്ട്. ടിനി ടോമും അൻസിബയും തമ്മിലുള്ള ഇഷ്യൂ കാരണം ഇപ്പോൾ ടിനി ടോം എയറിലാണെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാലോ. എന്തായാലും ടിനി ടോം ഒറ്റയ്ക്കല്ല, ടിനി ടോമിൻ്റെ കൂടെ ടിനി ടോമിൻ്റെ മോൻ, അതായത് അച്ഛൻ ഞാനും ഒപ്പം ഉണ്ട്, അച്ഛൻ ഒറ്റയ്ക്കല്ല ഞാനും ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞത് പുതിയൊരു വള്ളി കേസുമായിട്ട് ടിനി ടോമിൻ്റെ മോൻ വന്നിരിക്കുകയാണ്. റീസെൻ്റ്ലി ആയിരുന്നു ടിനി ടോമിൻ്റെ മോൻ മറ്റേ കഞ്ചാവ് കേസിൽ ഇതേപോലെ വണ്ടിയിൽ കഞ്ചാവായിട്ട് പോയിട്ട് ഇതേപോലെ ആക്സിഡൻ്റ് ആയിട്ടൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ടിനി ടോം അത് ഒതുക്കി തീർത്തു. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, അത് ഒതുക്കി തീർത്തെന്ന് തോന്നുന്നു. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ പുതിയൊരു കേസുമായിട്ട് വന്നിട്ടുണ്ട്. അൻസിബയുടെ ഒരു കേസ് സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ടിനി ടോം അതേ ടൈമിൽ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞ് ഇതാണ്, അതായത് അപ്പൻ്റെ ഒരു കേസ് ആ സൈഡിൽ കൂടെ നടന്ന സമയം മോൻ കറക്റ്റ് സമയത്ത് വേറൊരു വള്ളി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മുടെ മസ്റ്റാങ് ഇട്ടിട്ട് അങ്ങോട്ട് പൊട്ടിച്ചു. ഒരു ചെറിയൊരു കൊച്ച് പേടിച്ചിട്ട് ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് കേട്ടിട്ട് ആ കൊച്ച് പേടിച്ച് വീണു. അപ്പോൾ ആ കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു, മോനെ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടെ വരുന്ന സ്ഥലത്തൊക്കെ ഇച്ചിരി മെല്ലെ പോവുക. അപ്പോൾ മെല്ലെ പോകാൻ പറഞ്ഞതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടാണ് ആ ചെറുക്കൻ ആ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. കണ്ടോ? ടിനി ടോമിന്റെ മോൻ, സിനി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. ടിനി ടോമിന്റെ മകനാണ് ഈ കാണിക്കുന്നത്. ചേട്ടാ, എന്റെ പേര് ശബരീഷ് എന്നാണ്. നീ ആരാ? ടിനി ടോമിന്റെ മകനാണ്. സെലിബ്രിറ്റി ടിനി ടോമിന്റെ മകനാണ്. കഞ്ചാവടിച്ച് കഴിഞ്ഞ അവിടെ പാതാളത്ത് കറക്റ്റ് വള്ളി പിടിക്കാൻ പറ്റിയ സമയമാണ്. അതായത് അപ്പന്റെ കേസിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഹൻസിബയെ അടുത്ത് ടിനി ടോം ഹൻസിബ ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടിനി ടോം എന്തോ പുള്ളിക്കാരുടെ അവിഹിതത്തിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. കുറെ പേരുടെ അവിഹിതമുണ്ട്. പിന്നെ ഇതേപോലെ പുള്ളിക്കാരി മതം മാറ്റുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ടിനി ടോം ചെയ്തു എന്ന് പറഞ്ഞുള്ള പരാതിയാണ് അൻസിബ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കേസിൽ നിലവിൽ ടിനി ടോം ഓണായി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു വള്ളി പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് തോന്നി. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ വീടും ടിനി ടോമിൻ്റെ വീടും അടുത്താണ്. അപ്പോൾ അവിടെ എന്തോ ഹമ്പ് എന്തോ ഉണ്ട്. അപ്പോൾ ഈ മസ്റ്റാങ് വരുന്ന സമയത്ത് സ്ലോ ഡൗൺ ചെയ്യണം. സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ഈ ചെറുക്കൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോ RPM വരുന്ന സമയത്ത് സൗണ്ട് ഇച്ചിരി കൂടുമെന്ന് പറഞ്ഞു. പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു മസ്റ്റാങ്ങിൽ ഇപ്പോൾ പുള്ളിക്കാരൻ ഇല്ലീഗലായിട്ട് ഇപ്പോൾ ചെയ്തിട്ട് നമ്മുടെ നിലവിൽ നിയമപ്രകാരം റാപ്പ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയുടെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, റാപ്പ് ചെയ്തിട്ടുണ്ട്, ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റോക്ക് മസ്റ്റാങ്ങിൽ ഒരിക്കലും സൗണ്ട് ഉണ്ടാവും. സ്റ്റോക്ക് മസ്റ്റാങ്ങിൽ സൗണ്ട് ഉണ്ടാവും, പക്ഷേ എന്നാൽ ഇത്രയും ലൗഡായിട്ടുള്ള സൗണ്ട് കാണത്തില്ല. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് എന്തായാലും ആ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ പോപ്സ് ആൻഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞ പൊട്ടുന്ന സാധനമുണ്ട്. ലോ RPM വരുന്ന സമയത്ത് പുള്ളിക്കാരൻ പയ്യെ എടുക്കുന്ന സമയത്ത് സൗണ്ട് ഒന്ന് ബാസ് സൗണ്ട് വരും. അതിനുശേഷം ആ ഹമ്പിൽ നിന്ന് കയറി ഇറങ്ങിയ സമയത്ത് പിന്നെ നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് ഈ സൗണ്ട് നല്ലതായിട്ട് ലൗഡാവും. അത് ഈ ഇവൻ പറയുന്നത് കറക്റ്റാണ്, ആഡം പറയുന്നത് കറക്റ്റാണ്. പക്ഷേ നല്ല രീതിയിൽ ഭയങ്കര ലൗഡായിരിക്കും. പിന്നെ ഈ പൊട്ടുന്ന സൗണ്ടും വരും. അത് ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റർബിംഗ് ആണ്. കൊച്ചു പിള്ളേർ പേടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ പുള്ളിക്കാരൻ പറഞ്ഞതേ അത് കാണിച്ചതേ ഉള്ളൂ. അതായത് പുള്ളിക്കാരൻ പറഞ്ഞ് ഇതേപോലെ റെസിഡൻഷ്യൽ ഏരിയ വരുന്ന സമയത്ത് ഒന്ന് പയ്യെ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മെല്ലെ എടുക്കാൻ പറ്റും. അത് സൗണ്ട് വരാത്ത രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇതേപോലത്തെ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഒക്കെ വെച്ച് പോകുമ്പോഴത്തേക്കും നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അത് ആഡം കാണിച്ചില്ല. അത് ആ പ്രായത്തിൻ്റെ ഒരു ഇതായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പോൾ നിലവിൽ എയറിലായിരിക്കുന്നത്. ഇപ്പോൾ അപ്പനും മോനും ഇപ്പോൾ നിലവിൽ എയറിലാണ്. എന്തായാലും പുള്ളിക്കാരൻ ഈ വീഡിയോ ഇട്ട പുള്ളിക്കാരൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. ആദ്യം ഞാൻ കാരണം കൊണ്ടല്ല, ഇന്നലെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ മകനിൽ നിന്നും വളരെ മോശമായിട്ട് ഒരു ബിഹേവിയർ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, 4 മണിക്ക് ഞാനും എൻ്റെ മകനും കാർപോർച്ചിൽ കളിക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ ആഡം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ മസ്താങ്ങിൻ്റെ നമ്പർ ഞാൻ പറയാം, ജസ്റ്റ് മൊമെൻറ്റ്, KL 16W7000 എന്ന് പറയുന്ന മസ്താങ്. അപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. പോകുമ്പോൾ വീടിൻ്റെ സൈഡിലുള്ള ഒരു ഹമ്പിൽ നന്നായി റേസ് ചെയ്യിച്ചപ്പോൾ എൻ്റെ മോൻ ഭയങ്കര പേടിച്ചു. ഓക്കെ, ഇതിനെ തുടർന്ന് ഞാൻ ഈ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ മോൻ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം, മീൻസ് ത്രോട്ടിൽ നിന്ന് താഴെക്കണം. എൻ്റെ മോൻ പേടിച്ചു, വീണു, വയറ്റിനൊന്നും പറ്റിയില്ല. സോ നെക്സ്റ്റ് ടൈം യു ടേക്ക് കെയർ എന്ന് പറഞ്ഞപ്പോൾ വളരെ അരഗണ്ടായിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ടായത്. ഞാൻ ആ ഒരു ഫസ്റ്റ് കോൾ റെക്കോർഡ് ചെയ്തില്ല. അരഗണ്ടായിട്ട് എന്നോട് സംസാരിച്ച എന്നോട് ആ കുട്ടി പറഞ്ഞത് ഹമ്പിൻ്റെ അവിടെ എത്തുമ്പോൾ RPM കുറയും, അപ്പോൾ വണ്ടിക്ക് റേസ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ തന്നോട് ഡീസന്റ് ആയിട്ടല്ലേ സംസാരിച്ചേ? പിന്നെ മറ്റുള്ളവരെ കൊണ്ട് തെരുവ് റേപ്പിക്കണോ? ഞാൻ പിന്നെ തന്നെ എന്താ തെരുവ് വിളിച്ചോ? എന്ത് ജിമ്മിൽ ഓരോന്ന് പോയി പറയണത്?
ഏതാ RDX-ന്റെ കാര്യം വിട്. നീ ഇപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി പോയപ്പോൾ ഞാൻ കാര്യം പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മോഡിഫൈഡ് വണ്ടി വെക്കുന്ന സമയത്ത്, അത് ഇതേപോലത്തെ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസും ഇതേപോലത്തെ റാപ്പൊക്കെ ചെയ്ത വണ്ടി വെക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ റെസിഡൻഷ്യൽ ഏരിയയിൽ പോകുന്ന സമയത്ത് വളരെ മാന്യമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ് ഉള്ള വണ്ടി പോലും സൗണ്ട് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. വളരെ പയ്യെ പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം സൗണ്ട് ഇല്ലാത്ത രീതിയിൽ ഓടിക്കാൻ പറ്റും. ഇപ്പോൾ ഇതേപോലത്തെ മസ്റ്റാങ്ങിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ് എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഹമ്പൊക്കെ വരുന്ന സമയത്ത് ഈ പയ്യൻ പറഞ്ഞാൽ കറക്റ്റാണ്, RPM ലോ ആവുന്ന സമയത്ത് ഇച്ചിരി ബാസി സൗണ്ട് ആയിരിക്കും. അതിനുശേഷം കാല് കൊടുക്കുന്ന സമയത്ത് പയ്യെ കാല് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് വണ്ടി, മാനുവൽ വണ്ടിയൊന്നുമല്ലല്ലോ, ഓട്ടോമാറ്റിക് വണ്ടി, പയ്യെ കാല് കൊടുത്താൽ മതി. എന്തായാലും ഹമ്പ് ഉണ്ടായിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഇതുണ്ടായിട്ട് പയ്യല്ലേ കയറുന്നത്. പയ്യെ കയറിയിട്ട് അതിനുശേഷം ഹമ്പ് ഇറങ്ങിയിട്ടാണ് എനിക്ക് തോന്നുന്നു കാല് കൊടുത്ത് പോയെന്ന് തോന്നുന്നു. അതാണ് പേടിച്ചത്. അല്ലാത്ത പക്ഷം സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പയ്യെ ആയിരിക്കും, സൗണ്ട് കേൾക്കാത്ത രീതിയിലായിരിക്കും പോകുന്നത്. അതിനുശേഷം നല്ലൊരു കാല് കൊടുക്കുന്ന സമയത്ത് ഈ പോപ്സ് ആൻഡ് ബാങ്ക്സ് ഒക്കെ കേൾക്കും. ശരിക്കും പറഞ്ഞാൽ അത് ഒരു കാണിക്കേണ്ട ഒരു മര്യാദ ഈ ഓടിക്കുന്നവനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായ ഒരു ഇത് തന്നെയാണ്. അതായത് ഈ പുള്ളിക്കാരൻ്റെ കൊച്ചു പിള്ളേരാണ്. ഇപ്പോൾ ഇതേപോലെ ഭയങ്കര ലൗഡ് നോയ്സാണ്, അവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇതേപോലെ പൊട്ടിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കംപ്ലയിൻറ്റ് കൊടുക്കണം. അപ്പോൾ ഈ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോഴത്തേക്കും യാതൊരു റെസ്പോൺസ്. ശരിക്കും പറഞ്ഞാൽ MVDയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം, ആ വണ്ടിക്ക് ഇല്ലീഗൽ റാപ്പുണ്ട്, ബോഡി കിറ്റ് ഉണ്ട്, പിന്നെ ഇതുണ്ട്, എക്സോസ്റ്റ് ഉണ്ട്, ലൗഡ് എക്സോസ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ ഫൈൻ ഇടാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ നല്ല രീതിയിൽ ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ MVDക്ക് ഇത് റീപ്ലേസ് ചെയ്ത് കാണിക്കാനുള്ള ഓപ്ഷൻ MVDയുടെ നമ്മുടെ നിലവിലത്തെ റൂള് പ്രകാരം MVDക്ക് ചെയ്യാനേ ഉള്ളൂ. ലൗഡ് എക്സോസ്റ്റ് എന്തായാലും ഇനി VD സതീശൻ്റെ റൂൾ വന്നാൽ ലൗഡ് എക്സോസ്റ്റ് എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. റാപ്പിംഗ് മാറ്റാൻ പറയും. ആ റാപ്പിങ്ങും പറിച്ച് കളയാൻ പറയും. നമ്മുടെ ഇതും ലൗഡ് എക്സോസ്റ്റും മാറ്റാൻ പറയും. സഞ്ജു ടെക്കിയുടെ ഒരു ബെൻസ് കാറിലെ റാപ്പ് 7 ദിവസത്തിനുള്ളിൽ പറിച്ച് കളയാൻ പറഞ്ഞാൽ അതേപോലത്തെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്ത് ഒഫീഷ്യലായിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ റാപ്പും പറിച്ച് കളയാൻ പറയും, ഈ എക്സോസ്റ്റും എടുത്ത് തോട്ടിക്കളയാൻ പറയും. അത്രേ ഉള്ളൂ കാര്യം. ആ കഴപ്പങ്ങ് തീരും. വേറെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് MVDനെ വിളിച്ചിട്ട് ഇതേപോലെ ഒഫീഷ്യലായിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഒഫീഷ്യലായിട്ട് പറയാം. വണ്ടി നമ്പർ ഉണ്ടല്ലോ, ഒഫീഷ്യലായിട്ട് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുക. പരിപാടി അവിടെ ഖത്തം. പിന്നെ അപ്പൻ്റെ കേസ് നമുക്ക് നോക്കാം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ റിവഞ്ചുള്ള ആൾക്കാരാണ്. വളരെ. കാരണം കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഇത്രയും പീഡനം ഞാൻ അനുഭവിച്ചത്. എന്നിരിക്കെ ഞാൻ ഇത്രയും കാര്യം പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ട്. എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കാനുള്ള സാധ്യത 100% ഭയക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ആ കാര്യത്തിൽ ഒരു ഭയമുണ്ട്. പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്കറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുള്ള ടീമാണോ ഇവരൊക്കെ? ഉണ്ടാവുമായിരിക്കും. കാരണം എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ എന്നെ ഹറാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കെതിരെ ഇനി എന്തൊക്കെ ചെയ്യും? അതായത് ചിലരെങ്കിലും മാഫിയ ബന്ധങ്ങളോ കൊട്ടേഷൻ സംഘങ്ങളോ ഒക്കെ ഉണ്ടെന്ന് സംശയിക്കേണ്ടി വരും. കാരണം എനിക്ക് പേടിയുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. കാരണം യെസ്, ഇത് ശരിക്കും പറഞ്ഞാൽ അൻസിബ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ നമുക്കറിയത്തില്ല. പക്ഷേ ഇത് പറഞ്ഞ അൻസിബ ശരിയാണെങ്കിൽ, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് ടിനി ടോം ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഇതാട്ടോ, ഭയങ്കര ഒരു ക്രൈം. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ അൻസിബയെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇതേപോലെ ആരോപണം വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇതേപോലെ ജിഹാദി എന്ന രീതിയിലുള്ള ടെററിസ്റ്റ് ആ ഒരു കോൺസെപ്റ്റിലാണ് പുള്ളിക്കാരിയെ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ജെന്യൂനായിട്ട് അൻസിബയുടെ സൈഡ് ജെന്യൂൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചെയ്തത് വളരെ തെറ്റാണ്. ടിനി ടോം ചെയ്തത് വളരെ തെറ്റാണ്. പിന്നെ അൻസിബ പരാതിയായിട്ട് പോയ സമയത്ത് അവിടെ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു ലേഡിയാണ്. അപ്പോൾ അവർക്ക് അവിടെ പോലും ഇപ്പോൾ എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാവുള്ളൂ. അതായത് നിങ്ങൾ മോഹൻലാൽ എന്ന് പറഞ്ഞൊരാൾ അവിടെ പ്രസിഡൻ്റായിട്ട് ഇരുന്ന സമയത്ത് ഭയങ്കര സോക്കേടായിരുന്നു. അതായത് എന്തെങ്കിലും സ്ത്രീക്ക് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ മോഹൻലാൽ ഇടപെടുന്നില്ല, ലാലേട്ടനെ വെറുതെ വലിച്ചു കീറുകയായിരുന്നു. ലാലേട്ടൻ ആ സ്ഥാനം രാജിവെച്ചത് ഈ സ്ത്രീകളുടെ പരാതി സ്ത്രീകൾ കേൾക്കണമെന്ന് ഓർത്തിട്ട് അവിടെ ഇപ്പോൾ ലേഡിയാണ് നിൽക്കുന്നത്, ഒരു സ്ത്രീയാണ് നിൽക്കുന്നത്, ഒരു ആക്ട്രസ്സാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവരത് അഡ്രസ്സ് ചെയ്യുന്നില്ല? അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് അസോസിയേഷനായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇത്രയും നാൾ പെണ്ണുങ്ങളുടെ പരാതി, അതായത് ബാക്കിയുള്ളവരൊക്കെ ഇത്ര നാൾ കുറേ ആക്ടേഴ്സൊക്കെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അവരൊക്കെ എവിടെ പോയി? ഇപ്പോൾ ആരെയും കാണാനില്ലല്ലോ. ഒരു സ്ത്രീ തന്നെ അവർക്ക് ഇതിങ്ങനെ അവരുടെ സംഘടനയിൽ ഒരു അസോസിയേഷനിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് ബാക്കിയുള്ളവരെന്ത് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞവരൊക്കെ എവിടെ പോയി? ആരെയും കാണാനില്ല ഇപ്പോൾ. െതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷൻ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഡിസംബർ 10-ാം തീയതി രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എന്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എന്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയില്ലാതെ എന്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോട് കൂടിയാണ് എന്നാണ് എന്റെ ഓർമ്മ. അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. അത് ഈ പറയുന്ന മതമോ വർഗീയതയോ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു വിഷയം മാത്രമേ അൻസിബയുടെ പേരിൽ FIR ഇടണമെന്നോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നോ പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല.
എന്റെ ആവശ്യം എന്റെ ഹസ്ബൻഡിന്റെ മുന്നിൽ നിന്നിട്ട് ഈ മെസ്സേജ് എന്തുകൊണ്ട് അയച്ചു എന്ന് അൻസിബ ഒന്ന് പറയണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടി ആരെ കോൺടാക്ട് ചെയ്തിട്ടും വരാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നിട്ടാണ് ഞാൻ ഈ ഹിൽ പാലസ് വനിതാ സെല്ലിൽ കൊണ്ടുവന്ന് അൻസിബയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. ആ കംപ്ലൈന്റ് ഈ ഒരു 2 വരി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിച്ച അൻസിബയാണ് ഞങ്ങളുടെ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൻസിബ മാത്രമല്ല ക്ഷേത്രത്തിലെ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ ഏക വ്യക്തി അൻസിബ മാത്രമാണ് എന്നാണ് അൻസിബ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. അൻസിബ മാത്രം പറഞ്ഞെങ്കിൽ അൻസിബയ്ക്കെതിരെ അതൊരു അലിഗേഷൻ ആയിട്ട് വരുള്ളൂ. ഒരാൾക്ക് ഇത് ചെയ്യേണ്ട എന്നൊരു അഭിപ്രായം പറയുമ്പോൾ അത് എങ്ങനെയാണ് ഒരു അലിഗേഷൻ ആയിട്ട് മാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. യെസ്, അൻസിബയുടെ പേരിൽ നമ്മുടെ ലക്ഷ്മിപ്രിയ, ബിഗ് ബോസ്, ഇവരൊക്കെ ബിഗ് ബോസ് താരങ്ങളാണല്ലോ. ഇവരൊക്കെ നമ്മുടെ ബിഗ് ബോസ് താരങ്ങളെല്ലാം കൂടെ ചേർന്ന്, അതായത് ഇപ്പോൾ നിലവിൽ ലക്ഷ്മിപ്രിയയാണ് നമ്മുടെ തൃപ്പൂണിത്തുറ പോലീസ് വനിതാ സെല്ലിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അൻസിബയ്ക്കെതിരെ. അപ്പോൾ അൻസിബ അതിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അൻസിബ അവിടെയുള്ള ഒരു SI, അത് ലേഡിയാണ്, പുള്ളിക്കാരി 3 മണിക്കൂർ പുള്ളിക്കാരി ഇരുത്തി ഹറാസ് ചെയ്തു എന്ന് പറഞ്ഞുള്ളൊരു പരാതിയായിട്ട് പുള്ളിക്കാരി ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സൈഡൊന്നും കേൾക്കുന്നില്ല, അതെല്ലാവരും അവരുടെ സൈഡ് മാത്രമാണ് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത്, അവർക്ക് നേരത്തെ അറിയാവുന്ന ആ രീതിയിൽ അൻസിബ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെയായിട്ട് തെളിഞ്ഞിട്ടില്ല. അൻസിബയുടെ സൈഡ് കറക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ടിനി ടോമിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ നല്ലൊരു പണിയായിരിക്കും മിക്കവാറും ടിനി ടോമിന് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ മോൻ്റെ കേസ്, ഇപ്പോൾ ഇതേപോലെ മോൻ വേറെ പുതിയ വള്ളികൾ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ മസ്റ്റാങ്കിൽ മറ്റേ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഇപ്പോൾ ഇല്ലീഗലാണ്. പിന്നെ പോരാത്തതിന് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് ആ ചെറുക്കനെ മറ്റേ കഞ്ചാവ് കേസിൽ പിടിച്ചത്. അപ്പോൾ വെറുതെ ഇല്ലാത്ത വള്ളി, അപ്പം നമ്മൾ മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്, ഇതേപോലത്തെ കാര്യങ്ങൾ ലഹരിക്കും ഇതിനൊക്കെ ചെയ്യുന്ന സാധനം തെറ്റാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അച്ഛനും അമ്മമാർക്ക് വേണം.